നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടലാക്രമണത്തിൽ തകർന്ന എടവനക്കാട് ബീച്ചിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഹൈബി ഈഡൻ MP-യും സന്ദർശിച്ചു. MES പറവൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. കുന്നുകര MES കോളേജിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ സഹകരണ ദിനാഘോഷം സംഘടിപ്പിച്ചു. TA നവാസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കടലാക്രമണത്തിൽ തകർന്ന എടവനക്കാട് ബീച്ചിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഹൈബി ഈഡൻ MP-യും സന്ദർശിച്ചു. കടലാക്രമണത്തിൽ തകർന്ന എടവനക്കാട് ബീച്ചിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഹൈബി ഈഡൻ എന്നിവർ സന്ദർശിച്ചു. ശനിയാഴ്ച രാവിലെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഹൈബി ഈഡൻ MP-യും തീരദേശത്തെ ജനങ്ങളെ കാണുന്നതിനായി എത്തിയത്. തീരദേശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരു പദ്ധതിയും കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവും ഹൈബി ഈഡൻ MP-യും പറഞ്ഞു. ചെയ്യുന്നില്ല, അതല്ലേ പ്രശ്നം. ലോക്കലായിട്ടുള്ള സംഘടനകൾ ആളുകൾ അവര് പരിപാടി നടത്തിയില്ലെങ്കിൽ അവര് ആദ്യം കാണുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ ഞാൻ വന്നപ്പോ എന്നോട് സങ്കടം പറയും. അവർക്കറിയാം ഞാൻ പ്രതിപക്ഷ നേതാവാണ്, ഇതിനകത്ത് തീരുമാനം എടുക്കേണ്ട ആളല്ല ഞാനെന്നറിയാം. സങ്കടം പറയും. തീരപ്രദേശത്ത് വരുമ്പോ അതിന്റെ ചിലപ്പോ ഭാഷയിലൊക്കെ ഒന്നൊരു വ്യത്യാസം ഉണ്ടാവും, രൂക്ഷമായിട്ട് സംസാരിക്കും. അത് അവരുടെ സങ്കടമാണ്. അവര് ഈ സർക്കാരിനോട് കേന്ദ്ര ഗവൺമെന്റിൽ സമർപ്പിച്ചിട്ടുള്ളതെന്ന് പറയാം. കഴിഞ്ഞാൽ ഞങ്ങൾ കൂടി ആ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പണം നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ മുഴുവൻ MP ഇതിനെ സംബന്ധിച്ച് യാതൊരു പദ്ധതിയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഇപ്പോ ഈ പുതിയ സെഷന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. 17ാം ലോക്സഭയിൽ നൽകിയ മറുപടി അതിനനുസൃതമായി ഒരു പദ്ധതിയും ഈ കഴിഞ്ഞ 8 വർഷമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും MP-മാരുടെ കോൺഫറൻസ് ഓരോ സഭ നടക്കുമ്പോൾ അതിന് മുന്നോടിയായി MP-മാരുടെ കോൺഫറൻസ് മുഖ്യമന്ത്രി വിളിച്ചു കാണും. അത് കോവിഡിന് ശേഷം ഇതുവരെ ഓൺലൈനായിട്ട് നടന്നിട്ടുള്ളൂ. കോവിഡിന് ശേഷം ഒരു ഫിസിക്കൽ മീറ്റിംഗ് പോലും നടന്നിട്ടില്ല. അപ്പോൾ ആ മീറ്റിങ്ങുകളിൽ ഞങ്ങൾക്ക് ഒരു നോട്ട് തരും, ഫോളോ അപ്പ് ചെയ്യേണ്ട GST മാറ്റേഴ്സ് തരും, റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തരും. അങ്ങനെ ഒരു വിഷയത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊജക്ട് ഏതെങ്കിലും ജില്ലയുടെ ഏതെങ്കിലും തീരദേശത്തെ മേഖലയിലെ നൽകിയിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. MES പറവൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. കുന്നുകര MES കോളേജിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. SSLC, +2 യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സാമൂഹിക സേവന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തിത്വങ്ങളെയും ആദരിക്കുന്നതിനായിട്ടാണ് MES പറവൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നുകര MES TO അബ്ദുള്ള മെമ്മോറിയൽ കോളേജിൽ വെച്ച് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് നമ്മളാണ് സാമൂഹികവും സാമ്പത്തികവുമായ ഒരു നാടിന്റെ മാറ്റം. അതിന്റെ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്, അതിന്റെ ഉപകരണമായി മാറേണ്ടത് വിദ്യാഭ്യാസമാണ്. നിങ്ങൾ ഒരാൾ നല്ല നിലയിൽ പഠിച്ചെത്തി, നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾക്ക് നല്ലതാണ്. മാത്രമല്ലല്ലോ നിങ്ങളുടെ കുടുംബത്തിന് അത് നല്ലതാണ്, നിങ്ങളുടെ നാടിന് അതിനനുസരിച്ച് മാറ്റം ഉണ്ടാകും, അടുത്ത തലമുറയിൽ അതനുസരിച്ച് മാറ്റം ഉണ്ടാകും. വിദ്യാഭ്യാസത്തെക്കാൾ വലിയ സോഷ്യോ ഇക്കണോമിക് ചേഞ്ചിന് ഹേതുവായിട്ടുള്ള വേറെ ഒരു വിഷയമില്ല. ഇന്നും ഒരുപാട് സാധ്യതകളുള്ള ഒരു കാലത്താണ് നിങ്ങളെല്ലാം പഠിക്കുന്നത്. ഏത് വിഷയത്തിൽ നിങ്ങൾക്ക് പോവാം. ഞങ്ങളെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അതല്ല, മെഡിസിൻ എഞ്ചിനീയറിംഗിന് പോകണം, അല്ലെങ്കിൽ കൊള്ളൂലെന്ന് പറഞ്ഞു. ഞാൻ ലോ കോളേജിൽ പോയെന്ന് എന്റെ മാത്സിന് ടീച്ചറെ കാര്യം, എന്റെ മാത്സ് സ്കൂളിൽ പഠിപ്പിച്ചു. അത് അന്ന് അങ്ങനെയാണ്, ഇന്ന് അങ്ങനെയല്ല. മെഡിസിൻ എഞ്ചിനീയറിംഗ് നല്ല അതേപോലെ തന്നെ, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന സബ്ജക്റ്റുകളാണെല്ലാം. നിങ്ങൾ ഏത് വിഷയത്തോടാണ് പാഷനേറ്റ് ആകുന്നത്, നിങ്ങൾക്കൊരു അഭിരുചി ഉണ്ടാകുന്നത്, ആ വിഷയം പഠിക്കണം, അറിയണം. അങ്ങനെ പോകുമ്പോൾ ഈ തലയോട്ടിയെടുത്ത് പരിശോധിച്ചാൽ ജനറ്റിക് സ്റ്റഡീസ് ഉണ്ട്. ജനിതക പരിശോധന നടത്തിയാൽ കാലഗണന നിശ്ചയിക്കുക. അപ്പൊ മനുഷ്യന്റെ മൂവ്മെന്റ്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്കുള്ള മൂവ്മെന്റിന്റെ കാലം നിശ്ചയിക്കാൻ പറ്റുന്ന രീതിയിൽ അറിവ് ലോകത്ത് വളർന്നു. ഭാവി എന്തായിരിക്കും എന്നതിനെ കുറിച്ച് പ്രൊജക്ഷൻ നടത്താൻ പറ്റാവുന്ന രീതി മെഡിസിൻ, മെഡിക്കൽ സയൻസ്
എല്ലാത്തിലും വലിയ മാറ്റം ഉണ്ടായി. പറയാണ് ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയും. നിങ്ങൾക്ക് ഇനി കെമിസ്ട്രി പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഹിസ്റ്ററി കൂടി പഠിക്കണം, ഫിസിക്സ് പഠിക്കുമ്പോൾ എക്കണോമിക്സ് കൂടി പഠിക്കണം. അപ്പോൾ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നാനോ ടെക്നോളജിയും കൂടി മർജ് ചെയ്യും. പിന്നെ നാനോ റോബോട്ട് ഉണ്ടാകും, ശരിക്കും കാണാൻ പറ്റില്ല. അത് നമ്മുടെ വെയിലിലേക്ക് ഇഞ്ചക്ട് ചെയ്യും, എന്നിട്ട് വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ ഡോക്ടർ ഇങ്ങനെ കാണും. അപ്പൊ ഇത് പോയി നമ്മുടെ ഹാർട്ടിന്റെ ബ്ലോക്ക് മാറ്റും. ആൻജിയോഗ്രാം വേണ്ട, ആൻജിയോപ്ലാസ്റ്റി വേണ്ട, ബൈപ്പാസ് സർജറി വേണ്ട, ഓക്കെ, കാർഡിയാക് കംപ്ലൈന്റ് തീർന്നു. അവൻ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ ക്യാൻസർ സെല്ലുകൾ റിമൂവ് ചെയ്യും. അപ്പൊ റേഡിയേഷൻ വേണ്ട, കീമോതെറാപ്പി വേണ്ട, ഒന്നും വേണ്ട. പിന്നെ രസകരമായിട്ടൊരു കാര്യം പറയുന്നത് എന്താണ്, നമ്മുടെ ഏജിങ് പ്രോസസ് റിവേഴ്സ്. MES പറവൂർ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് VKM ബഷീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MES വിദ്യാഭ്യാസത്തിന് പ്രചോദനം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉന്നത മാർക്ക് വാങ്ങുന്ന കുട്ടികളെ അനുമോദിക്കുക എന്നുള്ളത് കാലങ്ങളായി തുടരുന്ന ഒരു പ്രതിഭാസമാണ്. അത് തുടങ്ങിയ സമയം മുതൽ ഞങ്ങൾ പറവൂർ താലൂക്കും അതിനെ അനുകരിച്ചുകൊണ്ട് നടത്തിപ്പോരുന്നു. സ്റ്റേറ്റുടനീളം എല്ലാ താലൂക്കുകളിലും ഇതുപോലെ നടത്തുന്നുണ്ട്. അത് ആ താലൂക്കുകളിലെ നല്ല വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും അവർക്ക് പ്രചോദനം നൽകുകയും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ട്രഷറർ CS സലാം സ്വാഗതം പറഞ്ഞു. MES കേരള വൈസ് പ്രസിഡന്റ് TM സക്കീർ ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളതാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് വിധേയമാക്കാൻ കഴിയുന്നത് നിങ്ങളിൽ കൂടിയാണ്. ഇന്ത്യയുടെ കരുത്ത് യുവതയിലാണ്. നമ്മുടെ നിലനിൽപ്പ് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പ്. ഇപ്പൊ സർവശക്തനായ ജഗദീശ്വരൻ നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പോഴത്തെ തലമുറക്ക് നല്ല കഴിവ് തന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ റിസർച്ച് നടക്കുമ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ Z കാറ്റഗറിയിലേക്ക് എത്തി എന്നാ പറയുന്നത്. ഈ ടെക്നോളജി, അറിവ്. അപ്പൊ ഇതിനപ്പുറം പോകാനില്ല എന്നുള്ളതാണ് അവരൊക്കെ കണ്ടുപിടിച്ചത്, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യൻ സ്കൂൾ ഓഫ് സ്റ്റഡീസിന്റെ റിസൾട്ട് വന്നും വരുമ്പോഴും അടുത്ത ഇനിയുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികളുടെ കഴിവ്, ടാലന്റ് അനുസരിച്ച്. സ്കൂൾ അക്കാദമി കേരളയുടെ സ്കൂൾ രത്ന നാഷണൽ ടീച്ചേഴ്സ് അവാർഡ് നേടിയ KN സുനിൽകുമാർ, 2024 ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ച അഗ്നിരക്ഷാ സേനയിലെ റൗല ഷെരീഫ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. MES കേരള വൈസ് പ്രസിഡന്റ് MM അഷ്റഫ്, MES എറണാകുളം പ്രസിഡന്റ് KM ലിയാഖത്ത് അലി ഖാൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു, MES എറണാകുളം സെക്രട്ടറി EM നിസാർ, MES എയ്ഡഡ് സ്കൂൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VU ഹംസക്കോയ, MES സ്റ്റേറ്റ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ BH മുഹമ്മദ് നിസാർ തുടങ്ങിയവർ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കുന്നുകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MA അബ്ദുൽ ജബ്ബാർ, MES ഭാരവാഹികളായ TK ഇസ്മായിൽ, VA അബ്ദുള്ള, MI അബ്ദുൽ ഷെരീഫ്, PK നിസാം, ഷിബു അലിയാർ, KM അബൂബക്കർ, TB സുലൈമാൻ, അൻവർ ഹുസൈൻ, അമീർ അലി, കോളേജ് പ്രിൻസിപ്പൽ K ഷാജി, CM ഹനീഫ, MV നാസർ, MM അസ്ലം ഇമ്പച്ചി തുടങ്ങിയവർ സംസാരിച്ചു. പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ സഹകരണ ദിനാഘോഷം സംഘടിപ്പിച്ചു. TA നവാസ് ഉദ്ഘാടനം ചെയ്തു. പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ സഹകരണ ദിനാഘോഷം സംഘടിപ്പിച്ചു. ബാങ്കിന് സമീപം സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ TA നവാസ് പതാക ഉയർത്തിയതോടെ ദിനാഘോഷത്തിന് തുടക്കമായി. സംസ്ഥാന വ്യാപകമായി ഇന്ന് സഹകരണ ദിനം ആഘോഷിക്കുകയാണ്. ശരിക്കു പറഞ്ഞാൽ ഒരു വളരെ പ്രതിസന്ധിയിലൂടെ പോകുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഇത്തവണ സഹകരണ ദിനം ആഘോഷിക്കണമെന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ മറ്റ് തീരുമാനങ്ങളെല്ലാം വന്നു. നല്ല രീതിയിൽ 95% ബാങ്കുകൾ പ്രവർത്തിക്കുന്ന ഒരു സമയത്താണ് ചില ബാങ്കുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വെച്ച് മറ്റ് ബാങ്കുകൾക്ക് പോലും അപമാനം ഉണ്ടാകുന്ന ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് നമ്മൾ ഈ സഹകരണ ദിനം ആഘോഷിക്കുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ 1923 ലണ്ടനിലാണ് ഈ സഹകരണ ദിനം ആദ്യമായി ആഘോഷിച്ചത്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാണെങ്കിൽ എല്ലാ ബാങ്കുകളിലും
ജൂലൈ മാസം ആദ്യത്തെ ശനിയാഴ്ച സഹകരണ ദിനം ആയി ആഘോഷിക്കുകയാണ്. സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും അടക്കമുള്ള ആളുകൾക്ക് വളരെയധികം സഹായം കിട്ടുന്ന ഒന്നാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ. ആ സഹകരണ പ്രസ്ഥാനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചില ബാങ്കുകളിൽ നിന്നുണ്ടായ ചില ചെറിയ പ്രവൃത്തികൾ അത് എല്ലാ ബാങ്കിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് AD ദിലീപ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 1923 ലണ്ടനിലാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സഹകരണ ദിനമായിട്ട് അന്തർദേശീയ തലത്തിൽ ആചരിച്ചു തുടങ്ങിയത്. നമ്മുടെ കേരളത്തിലും സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ സർക്കിൾ സഹകരണ യൂണിയൻ്റെ കീഴിലെല്ലാം എല്ലാ ബാങ്കുകളിലും ഇന്ന് ഈ ദിനാചരണം നടത്തുകയാണ്. ഇന്നത്തെ ഈ സഹകരണ ദിനത്തിൻ്റെ തീം എന്ന് പറഞ്ഞാൽ സഹകരണ പ്രസ്ഥാനം എല്ലാവർക്കും ഒരു സംഘടിക്കാനുള്ള ശക്തിയായി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം സാധാരണക്കാർക്ക് അവരുടെ ഉപജീവന മാർഗങ്ങൾക്ക് ഒരു അത്താണിയായി നിലനിന്നു പോകുന്നത് സഹകരണ ബാങ്കുകളാണ്. ബാങ്ക് ഭരണസമിതി അംഗം BP ജോയ് സഹകരണ ദിന സന്ദേശം നൽകി. ഈ പ്രസ്ഥാനം ആവിർഭവിക്കുമ്പോൾ 1793 ഒരു നിയമവുമില്ലാതെ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച ഈ സംവിധാനം അതൊരു ഒത്തുചേരലായിരുന്നു. ആ ഫ്രണ്ട്ലി സൊസൈറ്റീസ് എന്നുള്ള നിലയിൽ ആരംഭിച്ച് ഇന്ന് ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചിരിക്കുന്നു. അന്ന് അവർ ചെയ്ത ഒരു പ്രധാന സംഗതി, നമ്മൾ ഈ JLG ഗ്രൂപ്പിൽ നിന്ന് പിരിക്കുന്ന ത്രിഫ്റ്റ് നിക്ഷേപം പോലെ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ സ്വീകരിച്ചാണ് അവരന്ന് ആ സംവിധാനത്തിനെ കെട്ടിപ്പടുത്തത്. അപ്പോൾ ചെറിയ ചെറിയ തുകകൾ വലിയ പ്രവൃത്തിക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളൊരു സന്ദേശമാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. 1904 ആണ് ഇന്ത്യയിൽ നിയമവിധേയമായി ഈ പ്രസ്ഥാനം തുടങ്ങിയത്. അതിനു മുൻപെല്ലാം സഹകരണ പ്രസ്ഥാനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, പക്ഷേ അതിന് നിയമസംഹിത ഉണ്ടായിരുന്നില്ല എന്നൊരു പ്രയാസം മാത്രമാണ്. ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ MB അഷ്റഫ്, VR അനിരുദ്ധൻ, VR ഗോപാലകൃഷ്ണൻ, ലതാ മോഹനൻ, ബിൻസി സോളമൻ, KK അലി, അഞ്ജലി KL തുടങ്ങിയവർ സംസാരിച്ചു. ആലുവ പെരുമ്പാവൂർ റോഡ് തകർന്നിട്ട് മാസങ്ങളായി എങ്കിലും അധികൃതർ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല. പ്രതിഷേധമുയർത്തി നാട്ടുകാർ. ഇത് റോഡ് പണിത് പിറ്റേ ദിവസമാണ് ആ പൈപ്പ് ഇടാൻ വരുന്നത്. റോഡ് പണിയുന്നതിന് മുൻപ് ഈ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഈ പണിയാൻ പോകുന്ന റോഡിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിന്റെ കൂടെ സമയം കൊടുത്ത് ആ പ്രോജക്റ്റ് കൂടി കംപ്ലീറ്റ് ചെയ്താണോ റോഡ് പണിയുന്നത്? ഇപ്പോ ഞാൻ എത്ര സ്ഥലത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. നിങ്ങൾ റോഡ് പണി പൂർത്തിയാക്കി 1 മാസത്തിനുള്ളിൽ കുത്തിപ്പൊളിക്കുന്ന എത്രയോ സ്ഥലങ്ങൾ കോർഡിനേഷൻ ഇല്ലാത്ത കൊണ്ടാണ്. ആലുവ, ഞാൻ ഉദാഹരണം പറയാണ്, ആലുവ പെരുമ്പാവൂർ റോഡ് ജലജീവൻ മിഷന് വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി ചെയ്താണ്. 8 മാസമായി റോഡ് കേടായി കിടക്കാണ്. 8 മാസം. അപ്പൊ PWDക്ക് എതിരായിട്ട് വലിയ വാർത്തകളാണ് എല്ലാ ദിവസവും പത്രത്തിൽ. അപ്പൊ പൊതുമരാമത്ത് വകുപ്പ് ഒരു ബുദ്ധി കാണിച്ചു. കഴിഞ്ഞ ദിവസം കൊണ്ടുപോയി ഒരു ബോർഡ് വെച്ചു, ഈ റോഡ് ഞങ്ങളുടേതല്ല, ഇത് വാട്ടർ അതോറിറ്റിയുടെ കയ്യിലാണ്. എന്റെ കയ്യിലുണ്ട്, മലയാള മനോരമയിൽ വന്ന ബോർഡിന്റെ പടമുണ്ട്. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ പ്രവർത്തകർ ഈ റോഡ് കേരള വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിരിക്കുന്നു, ഇത് ഞങ്ങളുടേതല്ല ഈ റോഡ്, മരാമത്ത് വകുപ്പ് ഒപ്പ്. പ്രതിപക്ഷ നേതാവ് BD സതീശൻ നിയമസഭയിൽ ആക്ഷേപം ഉന്നയിച്ച റോഡിന്റെ അവസ്ഥയാണിത്. 2 വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും ആസൂത്രണ പിഴവ് മൂലം മാസങ്ങളായി നിറയിക്കുകയാണ് ആലുവ പെരുമ്പാവൂർ KSRTC റോഡിലെ ജനങ്ങൾ. കുടിവെള്ള പൈപ്പിടാൻ വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയെങ്കിലും സമയബന്ധിതമായി കരാറുകാരനെ കൊണ്ട് പണി പൂർത്തീകരിക്കുവാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയാതിരുന്നതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം. ആലുവയിൽ നിന്ന് ഹൈറേഞ്ചിലേക്കുള്ള പ്രധാന റോഡായ ആലുവ പെരുമ്പാവൂർ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഇരുവശവും പൈപ്പിടൽ ജോലിക്കായി വെട്ടിപ്പൊളിച്ചതിനാൽ പലയിടത്തും ടാറിങ്ങുള്ള ഭാഗം ഏതാനും മീറ്ററുകൾ മാത്രമായി ചുരുങ്ങി. ആലുവ തോട്ടുമുഖം മുതൽ ചാലാക്കൽ പകലമറ്റം വരെയുള്ള 10 കിലോമീറ്റർ ഭാഗം നിറയെ കുണ്ടും കുഴികളുമാണ്. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ
ഇവിടെ അപകടങ്ങൾ പതിവായി. അതോറിറ്റിയുടെ സൂപ്രണ്ട് ഓഫ് എഞ്ചിനീയറെ പോയി കണ്ടു. എന്തുകൊണ്ടാണ് ഈ റോഡ് ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തരാതെ ഇങ്ങനെ കിടക്കണേന്ന് അറിയാൻ വേണ്ടി ഒരു അപേക്ഷയും വെച്ചിരുന്നു. ഇവിടെ ഒരു ജനകീയ സമിതി രൂപീകരിച്ച് ഞങ്ങളൊരു 3-4 പേരെ പോയത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ചെന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ PWDക്ക് കൈമാറ്റം കഴിഞ്ഞു എന്ന്. പക്ഷെ ഞങ്ങൾ നേരെ വന്ന് ഇവിടെ PWDയിലെ എഞ്ചിനീയറോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന്. ഇതെല്ലാം നടന്നത് ആ ഒരു ദിവസം തന്നെയാണ്, തിങ്കളാഴ്ചയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ആരോട് ചോദിക്കും, വേഗം ഒരു റൈറ്റ് RTI കൊടുത്തു വിവരാവകാശത്തിന്. എന്നാണ് ഈ റോഡ് ഞങ്ങൾക്ക് PWDക്ക് കൈമാറുന്നത്? ഇതെന്ന് ഞങ്ങൾക്ക് അപകടമില്ലാതെ ഞങ്ങളുടെ കുട്ടികൾക്കും മറ്റു ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥർക്കും നടക്കാൻ കഴിയുന്നതെന്ന് അറിയാൻ വേണ്ടി. അതിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. അവർ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിലാണ് ഒരു വിരോധാഭാസം എന്ന നിലയിൽ ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ കാണുന്നത്. ഈ ബോർഡ് വാർത്തയാവുകയും ഇന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇവിടെ പല കുഴികളും ഉണ്ട്, കുടിവെള്ളത്തിൻ്റെ ഉണ്ട്, ടാറിങ്ങിൻ്റെ ഉണ്ട്, ടെലിഫോണുണ്ട്, കൂടോത്രക്കല്ലുകൾ ഉണ്ടെന്ന് വരെ പറഞ്ഞു. അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രി കൂടോത്രക്കല്ലുകളാണ് ഒരു സ്റ്റേറ്റ് പാതയിൽ എന്ന് പറയുമ്പോൾ അതിനെന്താണ് അർത്ഥമാക്കിയിരിക്കുന്നതെന്ന് സർക്കാർ തന്നെ ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു തരേണ്ടത്. ഇവിടുത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് 10-13 വർഷമായിട്ട് പാച്ച് വർക്ക് മാത്രം നടത്തുന്ന റോഡാണ്. എല്ലാ കൊല്ലവും ഇതേപോലെ കുഴിയാണ് മഴയത്ത്. ആ സമയത്ത് ഒരു പാച്ച് വർക്ക് നടത്തി പോകും. അങ്ങനെ വലിയ ഇതില്ലാതെ പോകുന്ന സമയത്താണ് ഈ പ്രാവശ്യം ജലജീവൻ പദ്ധതിയുടെ ഇതും പറഞ്ഞ് 2 സൈഡും കുത്തിപ്പൊളിച്ചു. ഇപ്പം നിലവിലുള്ള ടാറിങ്ങും പോയി, വണ്ടികളെല്ലാം കംപ്ലൈൻ്റ് ആയി, നടി ഒടിയണ മാതിരിയാണ് ഇപ്പോഴത്തെ ഇതിൽ. വണ്ടികൾ കംപ്ലൈൻ്റ് ആയി. നമുക്ക് ഇപ്പം എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത ചെളി മേത്ത് ചെല്ലാണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല. ഇനി മഴ മാറിക്കഴിഞ്ഞാൽ പൊടി പറഞ്ഞിട്ട് വേറെ ഒരു നിവൃത്തിയില്ല. ഇപ്പം ഇതിനു വേണ്ടി ഇവിടെ ജനങ്ങളെല്ലാം സമരങ്ങളൊക്കെ നടത്തിയിട്ടും അധികാരികൾ കുറച്ച് മെറ്റൽ പൊടിയും മെറ്റലും കൂടി കൊണ്ടുപോയിട്ട് നിർത്തിയിട്ട് അങ്ങോട്ട് പോകും. ഒരു 50 എണ്ണിയത്തീരില്ല, 50-ൽ പരം ആൾക്കാർ വീണിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരാളോട് മരിച്ചിട്ടുണ്ട്. ഒരു 10-20 പേരുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് നമ്മുടെ കൂട്ടുകാരന്മാരെ തന്നെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വണ്ടിയുടെ ആക്സിഡന്റ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ നാട്ടുകാർ ആണ് ഒരു മിനി വണ്ടി ഈ കുഴി ചാടിയിട്ട് കയറിപ്പോയി. റോഡ് മൊത്തം ബ്ലോക്ക്. ഇവിടെ നിന്ന് ഈ 4 കിലോമീറ്റർ വണ്ടി ഓടണമെങ്കിൽ മിനിമം 1 മണിക്കൂർ വേണം. കാരണം ആരും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും സ്ലോവിലാണ് പോകുന്നത്. പോകാൻ പറ്റില്ല, പതിയെ കുഴി ഇറങ്ങിയാൽ പോകുന്നത്. രാവിലെ സ്കൂൾ ടൈമിലോ ഓഫീസ് ടൈമിലോ ഒക്കെ 2 മണിക്കൂർ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ നമ്മൾ ഓഫീസിലെത്തുള്ളൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടലാക്രമണത്തിൽ തകർന്ന എടവനക്കാട് ബീച്ചിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഹൈബി ഈഡൻ MP-യും സന്ദർശിച്ചു. MES പറവൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. കുന്നുകര MES കോളേജിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ സഹകരണ ദിനാഘോഷം സംഘടിപ്പിച്ചു. TA നവാസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.